نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر ഹായ്ഡാ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മുടെ അറബി പരീക്ഷ നമ്മൾ ഉഷാറാക്കി എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് ഇന്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3 ഇംഗ്ലീഷ് അല്ലേ? ഈ ഒരു 4 പരീക്ഷകൾ കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉഷാറായി. എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട്, അപ്പോൾ ഇടക്കിടക്ക് ഞാനിങ്ങനെ നമുക്ക് സൗണ്ടൊക്കെ ഉണ്ടാക്കും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. റെഡി. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മക്കളെ 2ാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് നമ്മളോട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്, ഈ ഒരു സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? സെറ്റാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മുടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ആ ലൈക്ക് ബട്ടൺ എന്ന് പറയുന്നത് വെറുതെ കൊടുത്തതല്ല, അത് ലൈക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവോ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. സെറ്റാണോ? റെഡിയാണോ? റെഡി. അപ്പൊ നമുക്ക് നേരെ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പേജാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇതില് നമുക്കടാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ എത്ര പാഠങ്ങൾ വരുമെന്ന് നോക്കിയതാണ് കേട്ടോ. ഈ എത്ര പാഠങ്ങൾ വരുന്നത് നാടിനെ രക്ഷിച്ച വീരബാഹു അല്ലെ, ഈ ഒരു സംഭവം വരെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഓക്കെ, റെഡി. അപ്പോ ഈ ഒരു സംഭവത്തിലാണ് മക്കളെ മലയാളത്തിൽ നമ്മളോട് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു സംഭാഷണം എഴുതാനുണ്ടാവും. അതേപോലെ തന്നെ നമ്മളോട് പിന്നെ നമ്മൾ എന്തെങ്കിലും കണ്ട കാഴ്ചകളെ പറ്റി എഴുതാനുണ്ടാവും. അങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ കൂടെ നമുക്ക് പറയാനുള്ളത്. നേരെ നമ്മൾ പോവാണ്, നമ്മൾ കൂടുതൽ സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല, നേരെ നമ്മൾ പോകുന്നു. ഒന്നാമതായിട്ട് നമുക്ക് എന്റെ കേരളം എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോകാം. റെഡി? എന്റെ കേരളം എന്ന് പറയുന്ന പാഠം അല്ലേ. ഇവിടെ എന്റെ കേരളം എന്ന് പറയുന്ന പാഠം നമ്മൾ വായിച്ചു നോക്കുന്നു അല്ലേ. ഇവിടെ നാടിനെ സുന്ദരമാക്കുന്നത് എന്തൊക്കെയാണ്, ഈ ഒരു സംഭവങ്ങൾ എൻ്റെ മക്കളെ എന്തായാലും ഒന്ന് പഠിക്കണം. ഈ ഒരു സംഭവങ്ങൾ നാടിനെ സുന്ദരമാക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കവിതയിൽ കണ്ടെത്തി എഴുതാം. എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളും ഉണ്ട്. അതേപോലെ തന്നെ ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം അല്ലെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് നാട്ടിലെയും ഗ്രാമത്തിലെയും വിശേഷങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഇവിടെ നോക്കൂ, വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്ത് കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളമയം അല്ലെ. ഇതെന്താണ്? ഇത് പട്ടണത്തെ കുറിച്ച് പറയുന്നതാണ്. ഇനി അതേപോലെ തന്നെ നോക്കൂ, തിരക്ക് കുറഞ്ഞു അല്ലെ. റോഡിൽ തിരക്ക് കുറഞ്ഞു, ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ചവരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്ത് നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്, വരമ്പിൽ നിന്ന് വെള്ളം. യെസ്, ഈ ഒരു സംഭവം ഉണ്ടല്ലടാ മക്കളെ. നാട്ടിൻപുറത്തിന്റെയും അതേപോലെ തന്നെ ഇടാ മക്കളെ നമ്മളുടെ പട്ടണത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റണം. അതിന് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെഡി? സജ് പോവുകയാണ്. നമ്മളെ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. പറയാം, എഴുതാം അല്ലേ. തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും അല്ലെ, അതൊക്കെ അതിൽ പെടുന്നതാണ് അല്ലെ. പട്ടണത്തിന്റെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ എന്തൊക്കെയാണ്, വ്യത്യസ്തമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. റെഡി? യെസ്. പാഠത്തിൽ നിന്ന് കണ്ടെത്തി വീതിയേറിയ റോഡ്, കൂറ്റൻ കെട്ടിടങ്ങൾ അല്ലെ, ഇതൊക്കെ നമുക്കറിയാം. വാക്യം മാറ്റി എഴുതാം. പാഠത്തിലുള്ളതുള്ള ആശയങ്ങൾ ക്രമണം മാണിക്യ ചെമ്പഴുക്ക, ഈ സംഭവങ്ങളൊക്കെ നോക്കുക അല്ലെ. എത്ര കളികളുടെ പേരറിയാം മക്കളെ? ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഉപകരണങ്ങൾ വേണ്ട കളികൾ നമ്മൾ പഠിച്ചതാ. ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതൊക്കെയാണ്, ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ ഏതൊക്കെയാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും നോട്ടില്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. സെറ്റാണോ? റെഡിയാണോ? റെഡി. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കളി, ഒരു കളിയെ കുറിച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചിരിക്കണം. ആ കളിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാനും അറിയണം. സെറ്റ്? ഓക്കെ, റെഡി. അങ്ങനെ കുളം വൃത്തിയാക്കുന്നതിനൊക്കെ പറയുന്നുണ്ട് അല്ലെ. കുളം വൃത്തിയാക്കുന്ന സംഭവമൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു പോസ്റ്ററിനൊരു അല്ലെ, ഇതുപോലെ പൊതുയിടങ്ങൾ ഒന്ന് നോക്കണേ. പൊതുയിടങ്ങൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രം അല്ലെ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. നോക്കൂ, ഒരു ബോർഡ്, കുളം കണ്ടോ, ഒരു ബോർഡ് അല്ലെ. ഒരു ബോർഡ് തയ്യാറാക്കാൻ നമുക്കറിയണം. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട്, പ്ലാസ്റ്റിക്കിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട്, പ്ലാസ്റ്റിക് ഇവിടെ ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബോർഡുകളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറയണം. ഓക്കെ, സെറ്റാണോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ്. റെഡി? പലതരം ജോലികൾ ചെയ്യുന്നവരുണ്ട്, അതൊന്ന് നോക്കണം കേട്ടോ. പലതരം ജോലികൾ ചെയ്യുന്നത് ഏതൊക്കെയാണ്, എന്തൊക്കെ ജോലികളാണ് എന്നൊക്കെ നമുക്കറിയണം. യെസ്,
ഈ ഒരു സംഭവം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ്, വീട് നിർമ്മാണവുമായിട്ട് പെയിന്റിങ്, എഞ്ചിനീയറിങ്, മരപ്പണി, വയറിങ്, വാർപ്പ് പണി അല്ലെ, നമുക്കറിയാം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയണം അല്ലെ. അതേപോലെ അടുത്തതിലെ കുട്ടിപ്പുര എന്ന് പറയുന്ന പാഠത്തിലേക്ക് കടക്കുകയാണ്. കുട്ടിപ്പുര അല്ലെ, ഇവിടെയും പട്ടണത്തിലെയും ഗ്രാമത്തിലെയും ഒക്കെ സംഗതികൾ ഇവിടെ പറയുന്നുണ്ട്, കുട്ടിപ്പുരയിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കുട്ടിപ്പുര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരൂ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം അല്ലേ ഇത്, കഥ അല്ലെ. ഈ കഥയൊന്ന് വായിച്ചു നോക്കുക, കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ് അല്ലെ, അഭിനയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. സ്വപ്നത്തിൽ കണ്ട വീട്, മുറികളും അതിന്റെ ഉപയോഗങ്ങളും. മക്കളെ ഈ ഒരു സാധനം പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കണം. മുറികളും അതേപോലെ തന്നെ ആ മുറികളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തന്നെ മക്കൾ പഠിച്ചിരിക്കണം, നിർബന്ധമുള്ള കാര്യമാണ്. മുറികളും അതിന്റെ ഉപയോഗങ്ങളും എന്തായാലും പഠിക്കണം. അത് പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. റെഡി സെറ്റ്. വീട് വരയ്ക്കാം, നിറം നൽകാം, ചൊല്ലി രസിക്കാം, കളിവീട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ ചായങ്ങൾ, ഇതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, എന്തൊക്കെ ചായങ്ങളാണ്. റെഡി. അതേപോലെ തന്നെ വേഷം, വീട് നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞു പോകുന്നു, പറയാം, എഴുതാം. സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുര. 3.5 അടിയോളം ഉയരമുള്ള ഒറ്റ നില കെട്ടിടം, വരാന്തയും കിടപ്പുമുറിയും 3 മുറിയും കലവറയും അടുക്കളയും ഉണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ ബാക്കിയും എന്റെ മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം ഇടാ മക്കളെ. ഈ ഒരു സംഭവം പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് പഠിക്കണേ അത് പഠിക്കണേ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. പഠിക്കാതെ പോകരുത്, മിസ്സാക്കി പോകരുതടാ മക്കളെ. റെഡി, യെസ് സെറ്റ്. ഇനി അടുത്തത് നോക്കൂ, വീട് നിർമ്മാണ വസ്തുക്കളുടെ പേരുകളൊക്കെ നമുക്കറിയാം. തരംതിരിച്ചെഴുതാനാണ്, ഇതൊക്കെ നമുക്കറിയണേ. തരംതിരിച്ചെഴുതുക മക്കളെ. തരംതിരിച്ചെഴുതാനുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. അത് കഴിഞ്ഞ് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ റെഡി. കടങ്കഥ മക്കളെ, കടങ്കഥ എന്തായാലും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കടങ്കഥ. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷണക്കത്ത്. ക്ഷണക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ഷണക്കത്തിൽ വേണ്ടത്? തീയതി വേണം, സ്ഥലം വേണം, വീടിന്റെ പേര്, ക്ഷണിക്കുന്ന ആള്, എവിടേക്ക് ക്ഷണിക്കുന്നു, ഏതാവശ്യത്തിന്. മക്കളെ ക്ഷണക്കത്ത് പരീക്ഷയ്ക്ക് വരൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ക്ഷണക്കത്ത് പഠിച്ചോളൂ. എല്ലാ പ്രാവശ്യവും ക്ഷണക്കത്ത് ചോദിക്കുന്നതാണ്. ക്ഷണക്കത്ത് എന്തായാലും വരും, ക്ഷണക്കത്ത് പഠിച്ചോ. ക്ഷണക്കത്ത് പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോയല്ലേ അടിന്റെ അടുത്തുനിന്ന് കിട്ടും, വിട്ടും. ഞാൻ വലിയ ചൂരടിച്ചിട്ട് റെഡിയുടെ മക്കളെ, പഠിക്കാനാണ് മക്കളെ. അത് കഴിഞ്ഞിട്ട് ക്ഷണക്കത്ത് എങ്ങനെയാണ്? പിന്നീട് മക്കളെ സംഭാഷണം. എന്തായാലും മലയാളത്തില് ഒരു സംഭാഷണമില്ലാതെ 1 മുതൽ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അല്ലെ 2 ദിവസമെങ്കിലും നിങ്ങളോട് സംഭാഷണം ചോദിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ്. സംഭാഷണം എഴുതാൻ നമുക്കറിയണം കേട്ടടാ മക്കളെ. റെഡി. അത് കഴിഞ്ഞ് നമ്മൾ പോവാണ് വൃത്തിയുള്ള പരിസരം. വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തതും ഒക്കെ ഏതാണെന്നുള്ളത് നോക്കി ശരിയും തെറ്റും ഇടുന്നതൊക്കെ നമുക്കറിയണം. ഓക്കെ റെഡി. അത് കഴിഞ്ഞ് സവിശേഷതകൾ പറയൂ. റെഡി. ഇതെന്ത് ചെയ്യണം മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കണം. ആ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവാനേ പാടില്ല. സെറ്റാണോ? റെഡി. ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കണം. റെഡി. ഓക്കെ സെറ്റ്. പോവുകയാണ് നമ്മള് കിടപ്പുമുറി. ഇവിടെ നോക്കൂ, ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളാണ്. കിടപ്പുമുറി വിശ്രമിക്കാനും ഉറങ്ങാനും കിടപ്പുമുറി ഉപയോഗിക്കുന്നു. കട്ടിൽ, മേശ, അലമാര എന്നിവ മുറിയിലുണ്ട്. കാറ്റും വെളിച്ചവും കടക്കാൻ ജനലുണ്ട്. മുറിക്ക് വാതിലുണ്ട്. അതേപോലെ തന്നെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുളിമുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെ പ്രത്യേകതയല്ല, എന്താണ് അതിന്റെ ഉപയോഗം, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. സെറ്റാണോ? റെഡി. ആ ഒരു സാധനം എന്തായാലും പറയണം മക്കളെ. റെഡി. ഇനി നമ്മൾ നേരെ പോവാണ് നാടിനെ രക്ഷിച്ച വീരബാഹു അല്ലെ. കഥയൊക്കെ നമുക്കറിയാം. കഥയൊക്കെ കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രവർത്തനങ്ങളിലേക്ക്. റെഡി. എത്ര വാക്കുകൾ കൂട്ടത്തിൽ പെടാത്തത്? വ്യായാമം ചെയ്യാം അല്ലെ, ഉറക്കെ വായിക്കാം, വാക്യം എഴുതാം, പറയാം. റെഡി. ശുചിത്വത്തെ പറ്റി സംഗതികൾ പറയുന്നുണ്ട് അല്ലെ. റെഡി. ചിത്രത്തിൽ എന്തെല്ലാം അല്ലെ, ഇവിടെ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളോട് ചോദിക്കും അല്ലെ, ചിത്രത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ വൃത്തിയില്ലാത്ത പരിസരം ആളുകൾക്ക് എന്തെല്ലാം പ്രയാസമുണ്ടാക്കും, പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പറയാമോ എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ. ഓക്കെ, അതൊക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ ശുചീകരണ ഉപകരണങ്ങൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട് മക്കളെ എന്തായാലും ചോദിക്കും. അതേപോലെ ഇങ്ങനെയുള്ള ബോർഡുകൾ എന്തായാലും ചോദിക്കും. കടങ്കഥകൾ എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. എന്തെല്ലാം രോഗങ്ങൾ, ഉറപ്പാണ് രോഗങ്ങളെ പറ്റി ചോദിക്കടാ മക്കളെ. എന്തെല്ലാം
എന്തെല്ലാം രോഗങ്ങളെ പറ്റിയാണ് പോസ്റ്ററിൽ പറയുന്നത്? നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങളെ പറ്റി അറിയാം? രോഗങ്ങള്, പകരുന്ന രോഗങ്ങള്, പകരാത്ത രോഗങ്ങള്. മക്കളെ, രോഗങ്ങളെ പറ്റി ചോദിക്കൂ എന്നുള്ള കാര്യം ഉറപ്പ്. രോഗങ്ങളെ പറ്റി ചോദിച്ചിരിക്കും. രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? എലിപ്പനി, ചെങ്കണ്ണ് പോലുള്ള പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങൾ, വയറുവേദന, പ്രമേഹം, ഷുഗർ, പ്രഷർ, ഹൃദ്രോഗം, അല്ലെ? അതന്നെയാ പ്രമേഹം എന്നൊക്കെ പറയുന്നത്. ഈ സംഭവം റെഡി? തെറ്റാണോ? റെഡി? ഇനി അടുത്തതടാ, ഏറ്റവും ഒരു സംഭവം എന്ന് പറയുന്നത് ഡയറി ആണെടാ മക്കളെ. ഡയറി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഡയറിക്ക് ഒരു മാർഗം, ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടടാ. ആദ്യം ഇവിടെ ഡേറ്റും അതേപോലെ തന്നെ ദിവസവും എഴുതുന്നു, ഇവിടെ വർഷവും കാര്യങ്ങളൊക്കെ എഴുതുന്നു, അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വൃത്തിയിൽ അങ്ങോട്ട് ഒരു ഡയറി എഴുതി കൊടുക്കുക. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡയറി എഴുതി കൊടുക്കുന്നു. റെഡി? ശുചിത്വമായി ബന്ധപ്പെട്ടിട്ട് കഥ എഴുതാം, കഥയുടെ ബാക്കി, ഇതൊക്കെയാണ് സംഭവങ്ങൾ, അല്ലെ? വേറെ നമുക്ക് നോക്കാം, താഴോട്ട് പോയി നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റെഡി? യെസ്, സെറ്റാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഇപ്പൊ തന്നെ വീട്ടിലിരുന്നിട്ട് ഇപ്പൊ തന്നെ ഈ സംഭവങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾ പോകാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ മറിച്ചു നോക്കി നന്നായിട്ട് പഠിക്കുക. ഫുൾ മാർക്ക് നമ്മളുടെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ സ്കോർ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ 3 ദിവസവും ഒന്നാമത്തെ ദിവസം ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, രണ്ടാമത്തെ ദിവസം ചോദിക്കും, അല്ലെ 3-ാം ദിവസം ചോദിക്കും. ഈ 3 ദിവസവും നിങ്ങൾ ഈ വീഡിയോ മാത്രം കാണുക, സെറ്റ് ചെയ്യുക, ഉഷാറാക്കി പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.